എത്രത്തോളം ചെന്നെങ്കിൽ മഹാനായിരിക്കുന്ന അബൂ ദുജാന റളിയല്ലാഹു അൻഹു ഇതൊരു വിശേഷിച്ചിട്ട് നാദിപ്പെട്ടു. മഹാനായിരിക്കുന്ന അബൂ ദുജാന റളിയല്ലാഹു അൻഹു സുബഹി നിസ്കരിച്ചിട്ട് സുബ്ഹാനല്ലാഹ് തസ്ബീഹ് ചൊല്ലുന്നില്ല, ദിക്ർ ചൊല്ലുന്നില്ല, എച്ചിട്ട് കൊണ്ടോ സഹാബാക്കൾ ഒരു നാൾ നോക്കിയാറ്, രണ്ട് നാൾ നോക്കിയാറ്, മൂന്നാൾ നോക്കിയാറ്, നോക്കുമ്പോൾ എല്ലാ നാളും അബൂ ദുജാന എച്ചിട്ട് കൊണ്ടോ ലാസ്റ്റ് ഈ സഹാബന്മാർ വന്നിട്ട് നബിയോട് ചെന്നാറ്, നബിയേ അബൂ ദുജാന റളിയല്ലാഹു അൻഹു നിസ്കരിച്ചിട്ട് തസ്ബീഹ് ചൊല്ലില്ല, സുബ്ഹാനല്ലാഹ് ചൊല്ലില്ല, അൽഹംദുലില്ലാഹ് ചൊല്ലില്ല, അല്ലാഹു അക്ബർ ചൊല്ലില്ല, എച്ചിട്ട് കൊണ്ടോണ്ട് അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ചെന്ന് നാളെ അങ്ങനെ എച്ചിട്ട് പോയിട്ട് നല്ല മുട്ട വെച്ചോണ്ട് വരുവോ, നാളെ അങ്ങനെ എച്ചിട്ട് പോയാണ് നിങ്ങളുടെ അവിടെ കൊല കുറിച്ചിട്ട് നല്ല മുട്ട വെച്ചോണ്ട് വരും. അങ്ങനെ പിറ്റേന്ന് നോക്കും സഹാബത്ത് കാത്തു വെച്ച് നോക്കുമ്പോൾ പിറ്റേന്ന് എന്താക്കി അബൂ ദുജാന റളിയല്ലാഹു നിസ്കാരം കഴിഞ്ഞിട്ട് എച്ചിട്ട് പോയിട്ട് ഇതൊക്കെ കുറെ ആൾമാരുള്ളവരല്ലേ നിസ്കാരം കഴിഞ്ഞിട്ട് എച്ചിട്ട് പോകേണ്ട. അങ്ങനെ അബൂ ദുജാന റളിയല്ലാഹു എഞ്ചി പോയിട്ടാകുമ്പോഴത്തേക്ക് സഹാബത്തിന്റെ പിടിച്ചിട്ട് നബി കേട്ടു, എന്തേ അബൂ ദുജാന നിങ്ങളുടെ തസ്ബീഹ് ചൊല്ലൊക്കെ ടൈമില്ലേ, നിങ്ങളുടെ ദിക്ർ ചൊല്ലൊക്കെ ടൈമില്ലേ, നീ എന്താ ഓട്ട് കേട്ടു. അപ്പൊ അബൂ ദുജാന റളിയല്ലാഹു അൻഹു നബിയേ ഞാൻ സലഫി ആയതുകൊണ്ടല്ല, ഞാൻ മുഖാകണ്ട ആയതുകൊണ്ടല്ല, ഞാൻ എച്ചിട്ട് പോയതുകൊണ്ടാ, ഞാൻ എന്തിന് എച്ചി പോയതുകൊണ്ടാ, എന്റെ ഔത്തുളിയപ്പോ നോക്കിയതും പട്ടിണിയാണ് നബിയേ, ഉന്നത് ചോറില്ല നബിയേ, ചാവ് ചിലപ്പോ ചോറില്ലാണ്ട് നിന്റെ മക്ക പുൽപുട്ടിട്ട് ലാസ്റ്റ് പഴിച്ചിട്ട് നിന്റെ മക്ക അങ്ങനെ കിടന്ന് പറഞ്ഞതാണ്. അങ്ങനെ ഞാനിതാ സ്വപ്നം വെച്ചിട്ട് പള്ളിക്ക് വരട്ടെ, പള്ളിക്ക് വന്നിട്ട് കൂടെ നിസ്കാരല്ല തീർന്നിട്ട് പറഞ്ഞാൽ നാടകത്തൊക്കെ പോയിട്ട് നോക്കുമ്പോഴത്തോ നിന്റെ മക്ക ചാലുകിരിഞ്ഞിറാറ്, ചാലുകിരിഞ്ഞിട്ട് നോക്കുമ്പോ ചാലെല്ലാം ഈ തപ്പന പോന്നിട്ടുണ്ടോ, ഈ തപ്പല പോന്നിട്ടുണ്ട്, യൗഗ്രഹമുണ്ട. അപ്പുറത്തെ ഒരു ജൂതനായ ഒരു മനുഷ്യന്റെ മാത്ര ഈ തപ്പന എല്ലാം നിന്റെ ചാലക്ക് പോകുന്നുള്ളൂ, അതിനെല്ലാം നിന്റെ മക്ക എടുത്തിട്ട് പറക്കിട്ട് ഇങ്ങനെ വായിക്കിട്ടാറ്. ഞാൻ പോയിട്ട് നിന്റെ മോന്റെ കഴുത്തിൽ പിടിച്ചിട്ട് നിന്റെ മോന്റെ തൊണ്ടക്ക് കൈയിട്ടിട്ട് ഞാൻ വലിച്ചെടുത്തിട്ട് മോണ്ടത്തെ ചെന്നലാ തപ്പലില്ല ബാക്ക പിള്ളാഹിറാ, നിന്റെ ബാപ്പക്ക് കഷ്ടാ ചെന്നിട്ട്, നിന്റെ ബാപ്പക്ക് നിനക്ക് ചോദ്യത്തറക്ക് തീരിലായിട്ട് ചെന്നിട്ട് നീ ആശ്രത്തിൽ വെച്ചിട്ട് നിന്റെ പതിയത്താക്കി കണ്ട മോനെ. അബൂ ദുജാന റളിയല്ലാഹു അൻഹു നിനക്ക് കഷ്ടമുണ്ട്, അതുകൊണ്ട് ഇതുകൊണ്ട് ചെന്നിട്ട് നീ ഹറാമ് തിന്നിട്ട് എന്താക്കണ്ട, നാളെ നീ എന്താക്കണ്ട, നിന്റെ പതിയത്താക്കേണ്ട ആശ്രത്തിൽ വെച്ചിട്ട് നീ പതിയത്താക്കേണ്ട ഹറാമ് നീ തിന്നണ്ട. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങളോട് ചെയ്തത്. അതുകൊണ്ടാണ് ഞാൻ എന്താക്കുന്നത് വേഗം മക്ക എനിക്കായിട്ട് നിങ്ങളാണ് എന്താക്കുന്നത് സ്വഭ നിസ്കരിച്ച പാട് ഞാൻ എച്ചിട്ട് പോട്ടെ എന്നിട്ട് വേണമായിട്ട് എന്നിട്ട് ഈ തപ്പനെ ജാതിബീന ഈ തപ്പല എടുത്തിട്ട് ഞാൻ അപ്പുറത്ത് വലിച്ചേരിടെ മക്ക എനിക്കായിട്ട് എന്നിട്ട് അത് മക്ക കണ്ടെങ്കിൽ മക്ക തിന്നാറ് പഴിച്ച് തിന്നാറ്, അതുകൊണ്ട് മക്ക തിന്നുക ആ ഒരു നീയത്തിലാണ് നാം ചെറുക്കാൻ പറ്റുന്നതും ചെറുത്ത് നീ പോകണ്ട, നീ നിസ്കാരത്തെ തസ്ബീഹെല്ലാം കഴിഞ്ഞിട്ടേ നീ പോ, ആ മരണം നിങ്ങൾ പൈസ കൊടുത്ത് ചെറുത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ചെറുത്ത് ആ മറയെടുത്ത് കൊടുക്കും. സഹാബികളൊക്കെ ആ മത്സരത്തെ അജൂതനായ മത്സരത്തെ കേൾക്കാത്ത അവന് ഡബിൾ വില ചെന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ഡബിൾ വില ചെന്നതാവും മക്ക ഹറാം ചെന്നു ചെറുത്തെ. അപ്പോൾ ഇത് രണ്ട് പാഠമാണ്. ഒന്നോ എത്ര ഈ ഹറാമ് തിന്നത് വേണം, ഹറാമ് തിന്ന വിഷയത്തിലാണ് ആര് പോയത്, അബൂ ദുജാന റളിയല്ലാഹു അൻഹു നിസ്കാരം കഴിഞ്ഞിട്ട് എച്ചിട്ട് പോയത്. അപ്പൊ റസൂലുള്ളാഹി ചെന്നത് പോകുമ്പോൾ തീറ ആ മറ വേണമെങ്കിൽ നിൽക്കുന്ന ഡബിൾ വില കൊടുത്തിട്ട് നാളെ വേണമെങ്കിൽ എടുത്ത് തന്നെ നിസ്കാരം കഴിഞ്ഞിട്ട് എന്താക്കും തീറ തസ്ബീഹ് ചെല്ലാണ്ട് എച്ചിട്ട് പോകും, തീറ തസ്ബീഹ് ചെന്നിട്ട് ദ്വാരത്തെ എച്ചിട്ട് പോകും അല്ലേ. വൈലാ റബ്ബിക ഫർഗബ് ഒരു സൂറത്തിൽ അൽ-നശ്ർ സൂറത്ത് അത് ലാസ്റ്റിൽ വൈലാ റബ്ബിക ഫർഗബ് നിസ്കാരം കഴിഞ്ഞിട്ട് നീ അല്ലാഹുവിന്റെ വെടിത്ര കേൾക്കി ഉത്തര കിട്ടുന്ന ടൈമിൽ നിസ്കാരം കഴിഞ്ഞപ്പോൾ അപ്പോൾ നീ എത്ര അല്ലാഹുവിന്റെ കേൾക്കുന്നതിന്റെ എല്ലാ കഷ്ടപ്പാടും എല്ലാ ബുദ്ധിമുട്ടും നീ അല്ലാഹുവിന്റെ ചൊല്ലും. പിന്നൊന്ന് മക്ക ചെറിയ ഒരു ഹറാമായ എന്തെന്നൊന്നും പറഞ്ഞ് തിരുവനന്തപുരത്ത് ഞങ്ങൾ തടുക്കും, മക്കളുടെ ആവശ്യത്തിൽ നിന്ന് ഞങ്ങൾ തടയുന്നു, ഞങ്ങൾ തടഞ്ഞില്ലാണ്ട് കണ്ടെത്താൻ മക്കൾ തപ്പിട്ട് പോകാറ്.